നമ്മളെ പ്രോഗ്രാമിൽ കൂടി നിരന്തരം എല്ലാ ദിവസവും മീറ്റിംഗ് പങ്കെടുക്കുകയും പുതിയ സുഹൃത്തുക്കളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ഏറ്റവും ഔന്നത്യമുള്ള മനുഷ്യത്വമുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസ്. കാരണം എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ നിലനിൽപ്പ്, അതായത് ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള നിലനിൽപ്പ്, അത് പരസ്പര സൗഹൃദം, പരസ്പര ധാരണ, പരസ്പരം ഉപദ്രവമില്ലായ്മ, ഇതിലൊക്കെ അടിയുറച്ച് നമ്മൾ അതിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും, വിശ്വാസമല്ല പ്രവർത്തിക്കുകയും അതിലൂടെ നിലനിൽക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം പറയുമ്പോഴത്തേക്കും പുറത്തു നിന്നുള്ള ഒരാൾ, അയാൾക്ക് തോന്നും, ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ അല്ലാത്ത ഒരാൾക്ക് തോന്നും നമ്മളാരും ആരുടെയും ആരുമല്ല. പല ആളുകളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ആരുടെയും ആരുമല്ല. അതുപോലെ അയാളുടെ ജീവിതം അയാളുടെ സ്വന്തമാകുന്നു. അയാളുടെ മരണവും അയാളുടെ ജീവിതവും അയാളുടെ പ്രശ്നങ്ങളാവുന്നു. ഇത്രയും പറഞ്ഞ് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ, നമ്മളത് അപ്പടി അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ അഹങ്കാരം അതതിൻ്റെ പരമകോടിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് രോഗാവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യത്വം അവിടെ ഇല്ല, അവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ, നമ്മൾ അനുഭവിച്ച ഒത്തിരി ദുരന്തങ്ങൾ, യാതനകൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു സുഹൃത്ത് പറഞ്ഞു, ആ സുഹൃത്ത് അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ പറഞ്ഞു മരണത്തിൻ്റെ തൊട്ടടുത്ത് എന്ന്. അത് വളരെ കറക്റ്റാണ്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് മദ്യാസക്തിയും മറ്റു ലഹരികളും കൂടി ചേർന്നിട്ടുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുള്ള തലച്ചോറിൻ്റെ കേട്, ശരീരത്തിൻ്റെ കേട്, അതുപോലെ സാമൂഹ്യമായിട്ടുള്ള ഒറ്റപ്പെടൽ, നമ്മൾ ആരും അല്ലാതായി മാറുക, അതാണ് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമനിസ്റ്റിക്, മനുഷ്യത്വം അതിൽ ഊന്നിയ നമ്മുടെ പ്രോഗ്രാം, അതിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കാരും മറക്കാൻ പാടില്ല. ഏതിൽ വരുന്ന ഒരാളും ആ വാക്ക് മറക്കുക. എന്താണത്? പരസ്പരം. നമ്മൾ പരസ്പരം ബന്ധിതരാണ്. പരസ്പരം നമ്മൾ ബന്ധപ്പെട്ടവരാണ്. നമ്മൾ അറിവ് നേടേണ്ടവരാണ്. പരസ്പരം അനുഭവങ്ങൾ പങ്കുവച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജീവിതത്തിൽ ഒരാൾ പറയുകയാണ്, ഞാൻ ആരുടെയും ആരുമല്ല, എൻ്റെ ജീവിതം എൻ്റെ സ്വന്തമാണ്, എൻ്റെ ജീവിതവും മരണമൊക്കെ എൻ്റെ സ്വന്തം പരിപാടിയാണ്. പൊട്ടത്തിലാണത്. ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യനും, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം, ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് തെറാപ്പി, ഈ പ്രോഗ്രാമിൽ ഈ വാക്ക് മിണ്ടാൻ പാടില്ല. അത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, നിഷേധമാണ്. അവനവനെ നിഷേധിക്കുന്നു, അവനവൻ ജീവിക്കുന്ന ഈ ലോകത്തെ നിഷേധിക്കുന്നു. അഹന്തയുടെ അങ്ങേയറ്റാണത്. അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം ആണ്. അപ്പോൾ ആർക്കും ആരും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതാണത്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദർശനങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ അറിവുകൾ, അതായത് ഫിലോ എന്ന് പറഞ്ഞാൽ അറിവ്, ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സോഫി എന്ന് പറഞ്ഞാൽ അറിവിനോടുള്ള സ്നേഹം, അതാണ് ഫിലോസഫി. നമ്മുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് ഏറ്റവും വലിയൊരു ഫിലോസഫിയാണ്, ഒരു ദർശനമാണ്. അറിവിനോടുള്ള ഒരു പ്രേമം, അറിവിനെ കൊണ്ടാണത് നിലനിൽക്കുന്നത്. അറിവ് കൊണ്ടാണ് ആ അറിവ് എന്താണ്? അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവച്ചതിൻ്റെ അറിവ്. ഇതിനെ ഉയർത്തിപ്പിടിക്കണം.
അത് അങ്ങും മുകളിൽ, ഇതാണ് നമ്മുടെ മുകളിലുള്ള സംഗതി, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും. അപ്പൊ എന്താണ് ആ അനുഭവം? അനുഭവം എന്ന് പറഞ്ഞാൽ മദ്യാസക്ത രോഗത്തിലോ മാനസിക രോഗത്തിലോ അല്ലെങ്കിൽ മദ്യാസക്തിയും മറ്റു ലഹരി വസ്തുക്കളും ചേർന്നിട്ടുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലോ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മരണത്തോട് ഒട്ടി നിൽക്കുന്ന അനുഭവങ്ങളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മരണം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വരും, ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് വരും. ഈ രണ്ട് വാക്ക് ഓർത്തിരിക്കുക. ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്ന പോലെ നമ്മൾ പലിശയൊക്കെ അടയ്ക്കുമല്ലോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. അപ്പം മരണവും അങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വരും. അതുകൂടാതെ നമ്മൾ നനച്ചിരിക്കാതെ പെട്ടെന്ന് കടന്നു വരും. അത് ഭയങ്കര ഒരു ചുഴലിക്കാറ്റ് പോലെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ആളെ കൊണ്ട് പോകും. അപ്പം ഈ രണ്ട് തരത്തിലുമുള്ള മരണം മദ്യാസക്ത രോഗത്തിലും മറ്റു ലഹരി രോഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അനുഭവങ്ങൾ പരിശോധിച്ചാൽ അറിയാം. മറ്റുള്ളവരുടെ ജീവിതം അവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് കാര്യം. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ലോകത്തിനൊരു മാതൃകയാണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഈ മാതൃകയുടെ കാര്യം പറയുമ്പോഴത്തേക്കും വൈദ്യശാസ്ത്രത്തിൽ ഉള്ള ആൾക്കാർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തിയെന്നുള്ളത് നോക്കാനായിട്ട് ഞാൻ അമേരിക്കൻ വൈദ്യശാസ്ത്ര സംഘടന, അതായത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, മനോരോഗശാസ്ത്രത്തിലെ അമേരിക്കയിലെ മൊത്തം വിദഗ്ധർ, അവരുടെ തലവൻ, അതിൻ്റെ ഹെഡായിരുന്ന ആളാണ് ഡോക്ടർ കാൾ മെന്നിങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചാൽ, അന്യോന്യം സഹായിക്കുക എന്ന വിശിഷ്ട തത്വത്തിലൂന്നി എയുടെ പ്രവർത്തനങ്ങളോടും അതിൻ്റെ പ്രസരിപ്പിനോടും എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അത് കേൾക്കുക, ആ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അത് പറയുന്നത്? അന്യോന്യം സഹായിക്കുക, പരസ്പരം. ആ വിശിഷ്ട തത്വം, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ഫിലോസഫിയാണ്, അറിവാണത്. ആ അറിവ് മാത്രമല്ല, അത് പ്രവൃത്തിയും കൂടിയാണ്. അപ്പോൾ ആ എയുടെ പ്രവർത്തനങ്ങളോടും അതിൻ്റെ പ്രസരിപ്പിനോടും, കാരണം മനസ്സിലായോ, അതിൻ്റെ പ്രസരിപ്പ് എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ഷൈനിങ്, അത് പ്രകാശിക്കുന്നു. എവിടെയെങ്കിലും ഒരു സാധനം പ്രകാശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടല്ലേ നോക്കുന്നത്, നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന അതിനല്ലേ. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളോടും അതിൻ്റെ പ്രസരിപ്പിനോടും എനിക്ക് അങ്ങേയറ്റം ബഹുമതിയാണ്. ഏത് സാഹചര്യത്തിലും സ്വകാര്യമായോ അല്ലെങ്കിൽ പരസ്യമായോ ഏഴുള്ള ബന്ധം പ്രകടിപ്പിക്കാൻ ഉള്ള ഒരവസരവും ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഡോക്ടറാണ് പറയണത്. എനിക്ക് ഏഴ് ബന്ധമുണ്ടെന്നുള്ളത് പറയാൻ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ എങ്ങനെ വേണമെങ്കിലും പറയാനായിട്ട് എനിക്കൊരു മോശവും തോന്നുന്നില്ല എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ ഇത് ഓരോ മദ്യാസക്തനും അറിയേണ്ട കാര്യമാണത്. അപ്പോൾ വേറെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, നാഷണൽ കൗൺസിൽ ഓൺ ആൽക്കഹോളിസം. അന്ന് അമേരിക്കയുടെ മെഡിക്കൽ ഡയറക്ടറും ഈ മദ്യാസക്ത രോഗത്തിൻ്റെ വിദഗ്ധനുമാണ്. അദ്ദേഹത്തിൻ്റെ പേര് റൂത്ത് ഫോക്സ് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, മറ്റ് ഏതൊരു മാർഗങ്ങളെക്കാളും അവയെല്ലാം കൂട്ടിവെച്ചാൽ പോലും എത്താൻ കഴിയാത്ത ഒന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം. മറ്റെല്ലാ ചികിത്സയും കൂടി ചേർത്ത് വെച്ചാൽ ഇതിൻ്റെ 5 അയലക്കത്ത് എത്തൂല. ഈ പദ്ധതിയെ അംഗീകരിക്കാൻ കഴിയുന്ന രോഗികൾക്ക് ആവശ്യമായി വരുന്ന ഏക ചികിത്സാ സമ്പ്രദായം മാത്രമായിരിക്കും. അദ്ദേഹം പറഞ്ഞതാണ്. സാധാരണക്കാരനല്ല, അമേരിക്കൻ്റെ മെഡിക്കൽ ഡയറക്ടറും ആൽക്കഹോളിസത്തിൻ്റെ മേഖലയിലെ
ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളുമാണ് അദ്ദേഹം. അപ്പോൾ 1967 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഈ മദ്യാസക്ത രോഗത്തിനുള്ള ചികിത്സ ഏറ്റവും ഫലപ്രദമായ മാർഗം എയിൽ അംഗമാകുക എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എയിൽ അംഗമാകുക, അതാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇത് ഞാൻ പറയുന്നതല്ല, വേറെ നിസ്സാരമായിട്ടുള്ള ആൾക്കാർ പറയുന്നതല്ല. അമേരിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശാസ്ത്രത്തിന് ഏറ്റവും കൂടുതൽ വിലയുള്ള, അവിടെ ചികിത്സയ്ക്ക് ഏറ്റവും വിലയുള്ള, അവിടുത്തെ സൈക്യാട്രിക് അസോസിയേഷൻ ഏക ചികിത്സാ സമ്പ്രദായം ഇത് മതി രക്ഷപ്പെടാൻ ഒരാൾക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ആൽക്കഹോളിക്സ് അനോണിമസ് നിസ്സാരമായിട്ടുള്ളൊരു സംഗതിയല്ല, മനുഷ്യൻ്റെ ഒരു പ്രസ്ഥാനമാണത്. അപ്പോൾ എപ്പോഴും എല്ലാവരും ഏഴ് വരുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഈ പരസ്പരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം സാധിക്കില്ല, ഒറ്റയ്ക്ക് ഒന്നും സാധിക്കില്ല. നമ്മൾ ചേർന്ന് നിന്ന്, ഒരുമിച്ച് ചേർന്ന് നിന്ന്, ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴുള്ള അതിൻ്റെ കഴിവാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മൊത്തം കഴിവ്. ഒരുമിച്ച് ചേർന്നാലുള്ള കഴിവ്. ഈ ഒരുമിച്ച് ചേർന്നാലുള്ള കഴിവിനെ പറ്റി ഒരു പ്രത്യേകത ഉണ്ട്. അത് ഇംഗ്ലീഷിൽ പറയുന്ന ഹോൾ ഈസ് മോർ ദാൻ ദ സം ടോട്ടൽ ഓഫ് പാർട്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ദ ഹോൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒന്ന്, പൂർണ്ണമായിട്ടുള്ള ഒരു സാധനം, ഒരു പ്രവർത്തനം. ദ ഹോൾ ഈസ് മോർ ദാൻ, ഈ ഭാഗങ്ങൾ ചേർത്ത് വെച്ച് ഇപ്പോൾ ഏഴ് കുറേ മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് കഴിവുണ്ട്. അവരുടെ കഴിവുകളും എല്ലാം കൂടി ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തിയുടെയും കഴിവുകളെല്ലാം കൂടി ചേർത്ത് വെച്ച് കൂട്ടുക. ആ കൂട്ടുന്നതിനേക്കാൾ എത്രയോ വളരെ ശക്തിയാണ് പരസ്പരം അവർ പ്രവർത്തിക്കുമ്പോൾ. അവർ പരസ്പരം പ്രവർത്തിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് അത് മാറും. അതാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ മഹത്വം. അത് എയുടെ ഐക്യപ്രസ്താവന നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പ്. എയുടെ ഭാവിക്ക് നാം കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നോക്കുക, ആ വാക്കുകൾ നോക്കുക. നമ്മുടെ പൊതു നന്മയ്ക്ക് ആദ്യ സ്ഥാനം നൽകുക, നമ്മുടെ കൂട്ടായ്മയിൽ ഐക്യം നിലനിർത്തുക. കാരണം ഐക്യത്തിലാണ് നമ്മുടെയും ഇനി വരാനിരിക്കുന്നവരുടെയും ജീവൻ നിലനിൽക്കുന്നത്. എത്ര ഭയങ്കര വാക്കുകളാണെന്നറിയോ ഇത് ഭയങ്കര വാക്കുകളാണ്. അതുപോലെ എയുടെ ഉത്തരവാദിത്ത പ്രസ്താവന കേൾക്കുക. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ എയുടെ സഹായഹസ്തങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമെന്ന് എല്ലായ്പ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വെറും വായനയിൽ ഒതുങ്ങാതെ ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരിക, അത് അയാൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് മാറുന്നത്. ഇവിടെ ഈ അമേരിക്കയിലെ ഈ വിശിഷ്ടരായിട്ടുള്ള ഈ ഡോക്ടർമാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ശക്തമാകുന്നത് നമ്മുടെ പ്രവർത്തനത്തിന്, പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനത്തെ ആശ്രയിച്ച്. ഇന്ന് ലോകത്തെ ആളുകൾ കണ്ടമാനം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിലെ മദ്യവും മറ്റു ലഹരി വസ്തുക്കളുടെയും കൂടിയുള്ള മരണത്തെ പറ്റിയുള്ള അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നിലവാരം, അതിൻ്റെ നിലവാരം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ മോശമാണ്. എന്താണ് ശബ്ദം ഉണ്ടാകുന്നത്? അപ്പൊ ഇന്നത്തെ നിലവാരം ഞാൻ പല പ്രാവശ്യം, ആ ഗവേഷണത്തിന്റെ ഫലം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മദ്യാസക്ത രോഗത്തെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് മൈൽഡ്, ചെറുതായിട്ടുള്ള രോഗം. രണ്ട് മോഡറേറ്റ്, കുറെ കൂടി പ്രശ്നമുള്ള രോഗം. മൂന്നാമത്തെ സിവിയർ ആൽക്കഹോളിസം, അതീവ കടുത്ത മദ്യാസക്ത രോഗം. ഇങ്ങനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം.
അപ്പൊ ഈ രോഗത്തിലുള്ള ആളുകളെ അത് 15 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ലോക നിലവാരം എടുത്താലുണ്ടല്ലോ, അതില് നല്ലൊരു ശതമാനം ആൾക്കാർ, ഒരു 40% ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ആൾക്കാർ ഒരു ആയുഷ്കാല രോഗത്തിലേക്കാണ് പോകുന്നത്. ഒരു ആയുഷ്കാല രോഗത്തിലേക്ക്. അതുകൂടാതെ ഇതില് ഈ മൈൽഡ് അല്ലാതെ ഒരു പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെയും കടുത്ത മദ്യപാന രോഗിയെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ആ പിന്തുടരിൽ നിന്ന് 100-ൽ 40 പേര് 40 വയസ്സെത്തുന്നതിന് മുമ്പ് മരിച്ചിരിക്കും. ഇതാണ് കണക്ക്. ഇത് എൻ്റെ സ്വന്തം കണക്കല്ല. ഇത് ലോകാരോഗ്യ സംഘടന അടുത്ത മദ്യാസക്ത രോഗികളുടെ, ഈ പ്രായം കുറഞ്ഞ മദ്യാസക്ത രോഗികളെ പിന്തുടർന്ന് അവരുടെ ജീവിത രീതിയും അവരുടെ ചികിത്സയും അവരുടെ പ്രോഗ്രാമും അവരുടെ സഹായഹസ്തങ്ങളും അവർക്ക് കിട്ടിയ സഹായങ്ങൾ, സപ്പോർട്ട്, അത് എയിൽ കൂടി കിട്ടിയ സപ്പോർട്ട്, കുടുംബത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, ജോലി സ്ഥലത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് എല്ലാം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ 100-ൽ 40 പേര് 40 വയസ്സ് തികച്ചിട്ടില്ല. കടുത്ത രോഗമാണ്. അതാണ് ഞാൻ പറഞ്ഞ മരണം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും നിമിഷാർത്ഥത്തിലും പെട്ടെന്ന് നിമിഷത്തിലും ഏത് നിമിഷത്തിലും വരാം. ഇത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 200ഓളം ശാരീരിക രോഗങ്ങൾ, 7 അതിതീവ്രമായിട്ടുള്ള മാനസിക രോഗങ്ങൾ, അതീവ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ, ജയിലിലാവുക, കൊലക്കുറ്റങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഇതിനു വേണ്ടി ശിക്ഷിക്കപ്പെടുക, ഒറ്റപ്പെടുക, ആത്മഹത്യ ചെയ്യൽ, കൊലപാതകങ്ങൾ, ആക്സിഡൻറ്റുകൾ, 115 പേര് മരിക്കുന്ന ലിവർ സിറോസിസ്, എപ്പോഴൊക്കെ വിഡ്രോവൽ സിംറ്റം ഉണ്ട് ആ സമയത്തൊക്കെ 5 മുതൽ 15 പേര് മരിക്കുന്ന പിന്മാറ്റ രോഗങ്ങൾ, അതിൻ്റെ ഉള്ളിൽ സൈക്കോസിസ്, ഭ്രാന്തിൻ്റെ, ഈ അതുകൂടാതെ തന്നെ ജീവിതത്തിൽ ഉടനീളം ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെട്ട ഒരാൾക്ക് ജീവിതം ഇല്ല. ഒരാൾ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ അയാൾ വീടില്ലാത്ത ആളായി, പ്രതീക്ഷയില്ലാത്ത ആളായി, നിസ്സഹായനായി, അയാൾ ഒറ്റപ്പെട്ട അയാൾ പെട്ടെന്ന് മരിക്കും. ഭക്ഷണം കിട്ടാതെ മരിക്കും, തെരുവോരത്ത് കിടന്ന് മരിക്കും, ആരെങ്കിലും കൊലപ്പെടുത്തി അങ്ങനെ മരിക്കും. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ നിസ്സാരാക്കരുത്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുരുതരാവസ്ഥയിൽ മനസ്സിലാവില്ല. നിങ്ങൾ ഒരു അർബൻ, ഒരു നഗരത്തിൻ്റെ പരിധിയിലോ അങ്ങനെയുള്ള സ്ഥലത്തോ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ നടക്കുന്ന കയ്യും കണക്കും ഇല്ലാത്ത കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ, ഗുണ്ടകളെന്ന് പറയുന്നവർ, അവിടുത്തെ ബാറുകളിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ, ഇതൊക്കെ കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കണക്കിൽ ഒരു തരത്തിലും തെറ്റ് പറ്റിയിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു രോഗമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. ഇന്ന് ഞാനൊരു സുഹൃത്തിനെ പരിശോധിച്ചു. അതിപ്പോൾ എൻ്റെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു രോഗിയെ കിട്ടുവാണെങ്കിൽ ഞാൻ വളരെയധികം സമയം അയാൾക്ക് വേണ്ടി ചെലവഴിക്കും. അപ്പോൾ ആ സുഹൃത്തിന് ബൈപ്പോളർ ഡിസീസ്, അത് ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്ന രോഗം, 2 ചെറിയ കുട്ടികൾ, അധികം വരുമാനമൊന്നുമില്ലാത്ത ഒരു ഭാര്യ, അയാൾക്കാണെങ്കിൽ ചെറിയ വരുമാനമുള്ളൊരു ജോലി, അദ്ദേഹം കുടിക്കുന്നു, 20 വർഷം തുടർച്ചയായിട്ടുള്ള കുടി, അതിൽ ഒരു ചികിത്സ കിട്ടി,
ആ ചികിത്സയിൽ കൂടി 4 വർഷം സുബോധവാനായിരുന്നു. പിന്നീടും അയാൾ രോഗത്തിന് അടിപ്പെട്ടു. അപ്പോൾ ആ രോഗത്തിന് അടിപ്പെട്ട് ബൈപ്പോളർ ഡിസീസ് വന്നു, മദ്യം, കടുത്ത മദ്യം, പിന്നെ ഗാർഹിക പീഡനം, അതെല്ലാം കൂടി അയാൾ ജീവിക്കില്ല എന്ന് തോന്നിയ അവസ്ഥയിലാണ് പിന്നീട് അയാൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ചികിത്സ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയ അയാൾക്ക് ഈ ശാന്തി അഡിക്ഷൻ സെന്റർ, അവിടെ ഞാൻ അങ്ങനെ ആളുകളെ വിടുന്ന സ്ഥലമാണത്. ഒരാൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനൊരു രോഗി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കും. ഒരു പൈസ ഇല്ലാത്ത ഒരാൾക്ക് 30 ദിവസം അവിടെ ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടും, ഭക്ഷണം കിട്ടും. അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കും ഭക്ഷണവും കിട്ടും, ചെറിയ പൈസയും കിട്ടും, വണ്ടിക്കൂലിക്കുള്ള പൈസയും കിട്ടും. അപ്പൊ അങ്ങനത്തെയൊക്കെ സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ട്, ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വരെ പോകാൻ പറ്റാതെ, അവിടെ ചികിത്സിക്കാൻ പറ്റാത്ത ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രോഗത്തിന്റെ തീവ്രതയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹത്തിന് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇദ്ദേഹം മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം തീവ്രമായിട്ടുള്ള തലച്ചോറിന്റെ രോഗം ബാധിച്ചിട്ടാണ് ബൈപ്പോളർ ഡിസീസ് ഉണ്ടായത്. കല്യാണം കഴിഞ്ഞ് ഇയാള് 20 വർഷത്തോളം, ഇപ്പോൾ 12 വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ടും ഇയാൾ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്യം കഴിച്ച സമയത്താണ് ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞു 6-7 കടുത്ത മാനസിക രോഗങ്ങൾ, പല മാനസിക രോഗങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യ അടങ്ങിയ രോഗങ്ങളാണ്. ബൈപ്പോളർ ഡിസീസ് അതിൽപ്പെട്ടതാണ്. അതിന് നല്ല ശക്തമായ ചികിത്സ വേണം. ഒന്നാം ചികിത്സ മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. ഒന്നാം ചികിത്സ അതാണ്. രണ്ടാം ചികിത്സ തലച്ചോറിന് വന്നുപെട്ട സൂക്കേടിനെ കൃത്യമായിട്ട് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത്, ഞാൻ നേരത്തെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചു. പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അതിന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ചികിത്സാ പദ്ധതിയായിട്ട് കണക്കിലെടുത്ത് അതിൽ കൂടി മുമ്പോട്ട് പോയാൽ അയാൾക്ക് ജീവിതമുണ്ട്, അയാളുടെ കുടുംബത്തിന് ജീവിതമുണ്ട്, അയാളുടെ മക്കൾക്ക് ജീവിതമുണ്ട്, അയാൾക്ക് അതിജീവനം, ഒരു ചെറിയ ജോലിയെങ്കിലും ചെയ്ത് അതിജീവനം സാധ്യമാകും. ഞാൻ ജീവിച്ചു, എൻ്റെ കൂടെ ജീവിച്ചവരെ ജീവിക്കാൻ അനുവദിച്ചു. ഈ ഒരു സംതൃപ്തി ഇല്ലാതെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അതായത് എന്തൊരു മരണമാണ് അത്! ഭീകര മരണമാണ്. അത് ഏറ്റവും വലിയ കുറ്റകൃത്യമുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പ്രോഗ്രാമിനെ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനെ മുറുകെ പിടിച്ചോളൂ, വളരെ മുറുകെ പിടിച്ചോളൂ. ഇവിടെ വെഡിത്തരം കൊണ്ട് അത് കളഞ്ഞു കുളിക്കാതിരിക്കുക. 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള പരിപാടി ജീവിതകാലം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോവുക. പല ആളുകൾക്കും ബോറടിക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ബോറൻ ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? ഒരു ബോറനായി മാറുന്നത് ഒരു ലഹരി വസ്തുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് അടിമപ്പെടുക. അതെന്തും ആയിക്കോട്ടെ, മദ്യം തന്നെ വേണമെന്നില്ല. അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ ലോകത്ത്, അത് നിസ്സാരമായിക്കോട്ടെ ഗൗരവമുള്ള സാധനം ആയിക്കോട്ടെ, അവൻ അതിൽ ഒട്ടിപ്പിടിച്ച് ഈച്ചയെ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കാന്ന് വിചാരിച്ചോ. അവന്റെ പ്രശ്നം എന്താണെന്നറിയോ? അവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ ആവർത്തന സ്വഭാവം, അനിയന്ത്രിതമായ സ്വഭാവം, അതീവ ഗുരുതരവും അതീവ നീചമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ചിന്തകൾ, ഫീലിങ്സ്, അതൊക്കെ കൂടി അവനെ ഒരു കുറ്റവാളിയാക്കും. അതവനൊരു കുറ്റവാളി, കുറ്റചിന്തകൾ, അങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധിതനാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്നും ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക്, ഈ ലോകത്തെ അറിഞ്ഞുകൊണ്ട് തൻ്റെ കൂടെ ജീവിക്കുന്നവരുടെ സ്നേഹത്തെയും അവരുടെ വിഷമങ്ങളെയും അറിഞ്ഞുകൊണ്ട് അവരൊരുമിച്ച് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ ആ ഒരു സമയം, ആ ഒരു അന്തസത്ത,
അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ പരസ്പരം പങ്കുവച്ച സ്നേഹത്തിന്റെ വാക്കുകൾ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം അല്ലാതെ വേറെ എന്ത് പൊട്ടത്തരം ജീവിതത്തിനാണ് അവന് സന്തോഷം കിട്ടുന്നത്? ഒന്നും കിട്ടില്ല. പക്ഷെ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണെന്നറിയാവോ? അവൻ ബോറടിക്കുന്നു. അവനൊരു ബോറനാണ്. ലഹരി വസ്തു ഇല്ലാത്ത സമയത്ത് അവൻ പരക്കം പായുന്നു. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, ചിന്തകൾ അങ്ങനെ കിടന്ന് കലങ്ങി മറിയാണ്. അപ്പോൾ ഒരുത്തനെ വിളിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, പായുന്നു, ബൈക്ക് എടുക്കുന്നു, ഓടുന്നു. എന്താ കാരണം? അവൻ ബോറടിക്കുന്നു. ലഹരി വസ്തു ഇല്ലാതെ അവൻ ബോറടിക്കുന്നു. അവനൊരു ബോറനായി മാറിയിരിക്കുന്നു. അവൻ എന്ത് ജീവിതമുള്ളത്? ഏറ്റവും വലിയ ബോറനായിട്ടുള്ള ഒരാൾക്ക് എന്ത് ജീവിതമുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ ആ ജീവിതം, ആ സ്നേഹം, ആ പങ്കുവയ്ക്കൽ, ആ ഓർമ്മകൾ, ജീവിച്ചു എന്നുള്ള അനുഭവം, അതൊന്നുമില്ലാതെ ഈ ബോറനായിട്ട് ജീവിക്കുന്നതിന് അതെന്ത് ഓർമ്മയാണ് അവനുണ്ടാക്കുന്നത്? ഇപ്പോൾ ഞാൻ പറയുന്നു, നമ്മളെ ഈ പ്രോഗ്രാം ഇതൊക്കെ ഓർമ്മപ്പെടുത്തും. ജീവിതം എത്രമാത്രം വിലപ്പെട്ടതെന്ന് ഓരോ ആൾക്കും മനസ്സിലാക്കി തരും. തലച്ചോറ് ശുദ്ധീകരിക്കും. തലച്ചോറാണ് ഏറ്റവും വലിയ സ്വത്ത്, അസറ്റ്. ഒരാൾക്ക് എന്തെങ്കിലും ലോകത്തിൽ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് അയാൾ മനസ്സിലാക്കി തരുന്ന, അയാളുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കി തരുന്ന, അയാളുടെ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ ജീവനും ജീവിതവും എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന അയാളുടെ കഴിവുകൾ, ഓർമ്മകൾ, ചിന്തകൾ, അതാണ് അയാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റ് അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കി തരാൻ ഈ പ്രോഗ്രാമിന് കഴിയും. പക്ഷെ കുറേ ബുദ്ധിമുട്ടണം. നിരന്തരം പ്രോഗ്രാമിൽ വരികയും അതിനെ ആഴത്തിൽ മനസ്സിലാക്കുകയും, കാരണം ഈ ആഴത്തിൽ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത്യാസക്ത രോഗവും മറ്റു ലഹരികളും ആഴത്തിലുള്ള തലച്ചോറിൻ്റെ രോഗമാണ്. ആഴത്തിൽ, വളരെ വളരെ ആഴത്തിൽ അത് കിടക്കുന്നത്. നിങ്ങളിപ്പോൾ കൈകൊണ്ട് നിങ്ങൾ തലമുടി ചെയ്യുമ്പോൾ നടുക്ക് മുടി പകർത്തിയിട്ട് ചീപ്പ് കൊണ്ട് നടുക്കുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്ക് പകുത്തി ഇടുന്നു. അവിടെ നിങ്ങളുടെ രണ്ട് സൈഡിലും വലതുവശത്തും ഇടതുവശത്തും നിങ്ങൾക്ക് തലച്ചോറുണ്ട്. നിങ്ങൾ അതിൻ്റെ മുകളിൽ, ആ തലയോട്ടിയുടെ മുകളിൽ ഇങ്ങനെ കൈ തള്ളവിരൽ പുറകോട്ടാക്കി രണ്ട് സ്ഥലത്തും വയ്ക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് അവിടെയാണ്. അതിൻ്റെ മുകളിലുള്ള ആ തലയോട്ടിയുടെ താഴെ ഒരു 6 മില്ലിമീറ്റർ, വെറും 6 മില്ലിമീറ്റർ കട്ടിയിൽ നിങ്ങളുടെ തലച്ചോറ് ഉണ്ട്. അത് ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട സാധനമാണ് കേട്ടോ. വളരെ വളരെ വിലപ്പെട്ട സാധനമാണത്. കാരണം എന്താ പറയുക, ഈ ലോകത്തെ അപ്പാടെ സ്വീകരിക്കുന്നത് അതാണ്. ആ തലച്ചോറിലെ ആ 6 മില്ലിമീറ്റർ കട്ടിയുള്ള ആ ഭാഗത്തേക്ക് ഈ ലോകത്തെ വലിച്ചെടുക്കുകയാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ, ചെവി കൊണ്ട് കേൾക്കുന്നത്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന തിരിച്ചറിവുകൾ, ചിന്തകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പർശനം, നിങ്ങൾ അറിയുന്ന ചൂട്, തണുപ്പ്, നിങ്ങളുടെ ചുറ്റുപാടും, നിങ്ങൾ കാണുന്ന ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, മൃഗങ്ങൾ, ജീവനുള്ളതും ജീവനില്ലാത്ത എല്ലാം, കാറ്റ്, ചലനങ്ങൾ, എല്ലാം ഈ 6 മില്ലിമീറ്റർ തലച്ചോറ് അങ്ങോട്ട് ആവാഹിച്ചെടുക്കുകയാണ്. അത് വലിച്ചെടുക്കുകയാണ്. അത് അവയവങ്ങളിൽ കൂടിയാണ് അവിടെ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, സ്വീകരിക്കുന്ന, തലച്ചോറിലേക്ക് ഇത് എത്തിക്കാനായിട്ട് സ്വീകരിക്കുന്ന ന്യൂറോണുകളുടെ, നമ്മുടെ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങളുടെ പേരാണ്. അവയ്ക്ക് പ്രത്യേകം സ്വീകരിക്കാനുള്ള കഴിവുള്ള സംഗതികളുണ്ട്. അതിൽ കൂടി അത് സ്വീകരിച്ച് അവിടെ തലച്ചോറിൽ എത്തിക്കും. അവിടുന്ന് ഇടത്തുവശത്തുള്ളത് വലതുവശത്തേക്കും, വലതുവശത്തുള്ളത് ഇടത്തുവശത്തേക്കും, താഴേക്ക് പോയിട്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങ് കാലിൽ വരെ എത്തും. ഇങ്ങനെ താഴേക്ക് പോകുന്ന ഈ കോശങ്ങൾ, ഈ വള്ളികൾ, അത്
ഇലക്ട്രിക് ലൂപ്പുകളാണ്, ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്ന ലൂപ്പുകളാണ് അതെല്ലാം. അതിൽ കൂടി കണ്ടിന്യൂസ് ആയിട്ട് ആ വയറിൽ കൂടി ഫയറാണ്, തീയാണ്, ഇലക്ട്രിസിറ്റിയാണ് കടന്നു പോകുന്നത്, ഇലക്ട്രിക്കൽ വയറിംഗ് ആണ്. അപ്പോൾ അതൊരു 3 സ്ഥലത്ത് ഇങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്യാപ്പിനെ സിനാപ്സിസ് എന്നൊക്കെ പറയും. പല സ്ഥലത്തും നിയന്ത്രണത്തിനുള്ള പല സംഗതികളുണ്ട്. അത് നമ്മുടെ തലച്ചോറിൽ നമുക്ക് നമുക്ക് ഓർമ്മശക്തി തരുന്നത്, നമുക്ക് സ്നേഹം, സാമൂഹ്യമായിട്ടുള്ള തിരിച്ചറിവ് തരുന്നതുണ്ട്, നമുക്ക് ഭയവും കോപവും ഉണ്ടാക്കുന്നുണ്ട്, ലൈംഗികമായിട്ടുള്ള തീവ്രത ഉണ്ടാക്കുന്ന, വികാരങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടികളുണ്ട്. അതിൽ കൂടിയൊക്കെ ഇത് കടന്നങ്ങ് പോവാണ്. കടന്ന് താഴേക്ക് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലും. അവിടുന്ന് ഈ ലോകത്തെ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത് താഴേക്ക്. അപ്പോൾ അവിടെ വെച്ച് ഈ ചൂട്, തണുപ്പ്, ലൈംഗികത ഇതെല്ലാം തന്നെ തിരിച്ചറിഞ്ഞ് വീണ്ടും താഴേക്ക് പോകും. വീണ്ടും താഴേക്ക് പോയി ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഒരു വീർത്തിരിക്കുന്ന ഒരു സ്ഥലം, ടെക്മെന്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അവിടുന്ന് ഡോപ്പമിൻ എന്ന് പറഞ്ഞ സാധനം, ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉളവാക്കുന്ന സാധനമാണ് അത് ഉത്തേജനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ലഹരിക്ക് അടിപ്പെട്ട് ഒട്ടിപ്പിടുത്തം ഉണ്ടെങ്കിൽ അവൻ ആ ലഹരി ഉപയോഗിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ആ സാധനം വളരെ കൂടുതലായിട്ടുള്ള അളവിൽ അത് താഴെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് മുകളിൽ ഞാൻ പറഞ്ഞ 6 മില്ലിമീറ്ററിൽ എത്തിക്കും. മുകളിൽ വരെ പോകും. അവിടെയാണ് ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങളൊക്കെ അവനെ തകർത്ത് തരിപ്പണാക്കുന്ന അവിടെയാണ്. അവന് ഈ ഒട്ടിപ്പിടുത്തം ഉണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് അതൊക്കെ അതിര് കവിഞ്ഞ അളവിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് ചലനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ചലനങ്ങളെ മാംസപേശികളുടെ ചലനം, ഹൃദയത്തിൻ്റെ ചലനം, രക്തക്കുഴലുകളുടെ ചലനം, രക്തസമ്മർദ്ദത്തിൻ്റെ നിയന്ത്രണം, എല്ലാ തരത്തിലുള്ള നിയന്ത്രണം അതിൽ കൂടി ഈ ഇലക്ട്രിക് ലൂപ്പുകളിൽ കൂടി നടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ കൃത്യം നടുഭാഗത്തു കൂടി നിങ്ങൾ ചിന്തകൾ, വികാരങ്ങൾ, ഫീലിങ്സ്, ഓർമ്മകളൊക്കെ നടുക്കൂടി കടന്നു പോകുന്നുണ്ട്, അങ്ങ് താഴെ വരെ പോകുന്നുണ്ട്. അവിടെയും ചലനങ്ങൾ, ആ സമയത്തൊക്കെ ചലനങ്ങൾ ബാധിക്കുന്നുണ്ട്, ചലനങ്ങൾ. അതുകൊണ്ടാണ് ഒരാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണെന്ന് അറിയും. ഒരാളുടെ ധാരണ, അയാൾ കാണുന്ന ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങൾക്ക് അയാൾ കൽപ്പിക്കുന്ന അർത്ഥം, മീനിങ്, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, മെമ്മറി, അതുപോലെ അതനുസരിച്ചുള്ള ചലനം, ഇത് 3 കൂടി ചേർന്നാലാണ് സ്വഭാവം ഉണ്ടാകുന്നത്. അങ്ങനെ സ്വഭാവം പുറത്തു വരുന്നു. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളെ സ്പർശിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വളരെ അഗാധമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ, വികാരങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഭയങ്കര കട്ടി പിടിച്ച് സൂക്ഷിച്ചിരിക്കും. നിങ്ങളുടെ അച്ഛനമ്മമാർ, സഹോദരങ്ങൾ, രക്തബന്ധത്തിലുള്ളവർ, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചവർ, ഒരുമിച്ച് വളരെയധികം അടുത്ത സുഹൃത്തുക്കൾ, അതെല്ലാം ആ ഓർമ്മകളൊക്കെ വളരെ ഡീപ്പായിട്ട് അത് ചലനം ഉണ്ടാക്കും. നിങ്ങൾ പെട്ടെന്ന് അതിനെക്കുറിച്ചൊരു മെമ്മറി വന്നാൽ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞൊക്കെ കണ്ണുനീരൊക്കെ വരും. എന്തുകൊണ്ടാണ്? അത് ഡീപ്പായിട്ട് നിങ്ങളെ ബാധിച്ചു, അഗാധമായിട്ട് നിങ്ങളെ ബാധിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കണ്ണുനീരൊക്കെ വന്നത്. അല്ലെങ്കിൽ അപാരമായ കോപം, പ്രതികാരം ഒക്കെ തോന്നും. ഇതിൻ്റെ എല്ലാം കൂടി ഒരു സമ്മിശ്രമാണത്. അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി മറിക്കും. അങ്ങനെ ഇളക്കി മറിക്കുന്ന ഒരു സംഗതിയാണ് ഡീപ്പ് ഇമോഷൻസ്, വളരെ ഡീപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗുലുമാലുകളൊക്കെ തകർത്ത് കളയാനായിട്ടാണ് ഇപ്പോൾ തലച്ചോറിലെ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. തലച്ചോറിന് കണ്ണുവാനെ കേടുപറ്റി അവിടെയാണ്. അപ്പോൾ ഡീപ്പ് ഇമോഷൻസിനെ പ്രകോപിപ്പിച്ച് അവിടെ കേടുപറ്റി കിടന്നാൽ നിങ്ങൾ അവസാനത്തെ ക്രിമിനലായി മാറിയിട്ട് നിങ്ങളെ സ്വന്തക്കാരെ കൊല്ലും, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ കൊല്ലും, സുഹൃത്തിനെ കൊല്ലും.
അപ്പോൾ അത് ഇറ്റ് എൻസ് ഇൻ ക്രിമിനാലിറ്റി ഭയങ്കര ക്രിമിനാലിറ്റിയാണ്. ഇപ്പോൾ ആൽക്കഹോളിക്സ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും നിമിഷം കൊണ്ടും നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് പറഞ്ഞ്, നിങ്ങളുടെ മാനസിക രോഗം വരുമെന്ന് ഞാൻ പറഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 5 പേര് ചേർന്ന് ഡൽഹിയിലെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അതിൽ ചെറിയ പയ്യൻ വരെ ഉണ്ട്, പ്രായപൂർത്തിയാകാത്ത ഒരു ആൽക്കഹോളിക് വരെയുണ്ട്. അപ്പോൾ അവർ ആ ക്രിമിനൽ ആക്ടിവിറ്റി എന്താണെന്നറിയാമോ? ലൈംഗികമായിട്ട് ഉപദ്രവിച്ചത് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ ഗുഹ്യഭാഗത്തിലൂടെ എന്തോ കമ്പികളൊക്കെ കടത്തിവിട്ട് തീവ്രമായിട്ടുള്ള വേദന ഉണ്ടാക്കി അട്ടഹസിച്ചു, രസിച്ചു. അപ്പൊ ഇത്രയും ഭയങ്കര ക്രിമിനാലിറ്റി ലോകത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബ്രെയിൻ, തലച്ചോറ് കേടുപറ്റി അങ്ങനെയൊക്കെ ചെയ്യും ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെയുള്ള ഡീപ്പ് ഇമോഷൻസ്, ആ ഡീപ്പ് ഇമോഷൻസിൽ നല്ല സംഗതികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രോഗ്രാമിൽ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്ന് പറയും. ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ സ്വഭാവത്തെ മാറ്റിമറിക്കൽ, മാനസാന്തരം ഉണ്ടാക്കൽ. 12 പടികളും 12 പാരമ്പര്യങ്ങളും പ്രാർത്ഥനയും പ്രോഗ്രാം അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കൽ എല്ലാം കൂടി ചേർന്നാലുണ്ടല്ലോ സ്വഭാവ വൈകല്യങ്ങളെ മാറ്റിമറിക്കുന്നതിൻ്റെ മരുന്നാണത്. സ്വഭാവ വൈകല്യങ്ങളെ പ്രായോഗിക ബുദ്ധിയിലൂടെ മാറ്റിമറിക്കുന്ന ഒരു ഭയങ്കര സംഭവമാണ്. പക്ഷെ അവൻ ബോറനായാൽ ഒരിക്കലും ശരിയാവില്ല. അവൻ ബോറടിക്കുന്നവനാണെങ്കിൽ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അവന് ഈ നിസാരമായിട്ടുള്ള ഈ അല്പം സന്തോഷത്തിൽ ഇങ്ങനെ പശ കൊണ്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുവാണ്. അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അവൻ്റെ ബുദ്ധിശക്തി പ്രവർത്തിക്കുന്നില്ല. അവൻ ആരാണ് ലോകത്തിൽ, എന്താണ് ലോകത്തിൽ, അവൻ്റെ ചുറ്റുപാടും അവനും ചേർന്നാൽ ഉള്ള സംഗതി എന്താണ്, അവൻ ഒറ്റയ്ക്ക് ബോറടിച്ച് ചെയ്യുന്ന ഈ പരിപാടി എന്താണ്, അവനൊരു പിടിയും കിട്ടില്ല. അതവന് എന്തൊക്കെ വേണപ്പോൾ അവൻ ആദ്യം വേണ്ടത് സത്യസന്ധത, അവനവനോടുള്ള സത്യസന്ധത, ഓണസ്റ്റി, സ്വന്തം സത്വം, സ്വന്തം ശരീരം, സ്വന്തം തലച്ചോറ്, സ്വന്തം സ്വഭാവം, ചലനങ്ങൾ, അതിനെ മനസ്സിലാക്കുകയും അതിനോടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഉപദ്രവമില്ലാത്ത സത്യസന്ധത, ഓണസ്റ്റി. രണ്ടാമത് അവന് വേണ്ട ഇൻ്റലിജൻസ് ആണ്, ഒരു സംശയമില്ല. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അവൻ ഒന്നാമത്തെ മുൻഗണന കൊടുക്കേണ്ടത് അവൻ ജീവിക്കാനും തിരിച്ചു വരാനും ഈ ലോകത്തെ അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അവൻ്റെ കൂടെ ജീവിക്കുന്നവരെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനാണ്. അതവന് കഴിയുന്നില്ലെങ്കിൽ അവൻ വേറെ ഏതോ ലോകത്താണ്. അവൻ ഒരു കുറ്റകൃത്യങ്ങളുടെ ലോകത്താണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പാരനോയിഡ് എന്ന് പറയും. പാരനോയിഡ് എന്ന് വെച്ചാൽ കാണുന്നതെല്ലാം അവന് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള മേച്ചിൽ സ്ഥലങ്ങളാണ്. ഇന്നയാളെ കൊല്ലുക, ഇന്നയാളെ അടിക്കുക, ഇന്നയാളെ ചതിക്കുക, ഭീഷണിപ്പെടുത്തുക. ഞാൻ ഈ പ്രോഗ്രാമിൽ വന്ന് പല ആൾക്കാരെയൊക്കെ ചികിത്സിച്ചു. ചില ആൾക്കാർ കടുത്ത മാനസിക രോഗത്തിന് വിധേയരായ പല എത്ര ആൾക്കാരെ സാമ്പത്തികമായിട്ടൊക്കെ ചതിച്ചു, വഞ്ചിച്ചു. അങ്ങനെ വഞ്ചിച്ച് പല ആൾക്കാർ ആത്മഹത്യ ചെയ്തു, എനിക്കറിയാം. ഒരു ചെറിയ പയ്യൻ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറിയ ഒരു പയ്യനാ. അവനെ ഒരുത്തൻ ചതിച്ച്, സാമ്പത്തികമായിട്ട് ചതിച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്തു, ഒരേ ഒരു മകൻ. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര കുറ്റകൃത്യങ്ങൾ, ഭയങ്കര ചതികൾ, അതൊക്കെ ഈ സൂക്കേടിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ചും കടുത്ത മാനസിക രോഗം വന്നാൽ അതിൻ്റെ കൂടെ കുറ്റകൃത്യങ്ങൾ വരും, ഉറപ്പാ. അപ്പൊ പാരനോയിഡ്
എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മറ്റുള്ളവരെ കാണുമ്പോഴും ഇടപെടുമ്പോഴും കുറ്റം ചെയ്യാൻ ഉള്ള വാസന, കൃത്യം ചെയ്യാനുള്ള വാസന, പാരനോയിഡ്. അത് ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞ രോഗത്തിൽ ഭയങ്കര കടുത്താണ്. ഷിസോഫ്രീനിയ, പാരനോയിഡ് ഷിസോഫ്രീനിയ ഉണ്ട്. കൊല്ലും, ഒരു ഇരയെ പിടിക്കുന്ന പോലെ പതുങ്ങിയിരുന്ന് കൊല്ലും, കൊന്ന് സന്തോഷിക്കും. അത് വേറെ, അതാണ് ഞാൻ പറഞ്ഞ ഡൽഹിയിൽ നടന്ന സംഭവം. അതുപോലെ കേരളത്തിലും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന സുഹൃത്തെ, ഈ അത്ഭുതകരമായിട്ടുള്ള കൂട്ടായ്മയിൽ വന്ന് ജീവിതത്തെ ഒന്ന് മാറ്റിമറിച്ച് ഒന്ന് ജീവിച്ചാൽ എന്താ കുഴപ്പം? കുറച്ചു കാലെങ്കിലും ഒന്ന് ജീവിച്ചാൽ, ആ ജീവിതത്തെ മനസ്സിലാക്കിയാൽ, ജീവിച്ചു എന്നുള്ളൊരു തോന്നല്, ഫീലിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അത് അതിൽ ഞാൻ പറയുന്നു, ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എൻ്റെ ഒന്നാമത്തെ സംഭാവന എന്താന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്ക് എനിക്കൊന്നും സാധ്യമല്ല, ഞാൻ ഒന്നുമല്ല, ശൂന്യതയാണ് ഞാൻ, വെറും ശൂന്യതയാണ് ഞാൻ ഒറ്റയ്ക്ക്. അതേസമയം എനിക്ക് കിട്ടിയ സ്നേഹം, എനിക്ക് കിട്ടിയ അറിവുകൾ, എനിക്ക് കിട്ടിയ തിരിച്ചറിവുകൾ, ശക്തി, എനിക്ക് കിട്ടിയ ഭക്ഷണം, എനിക്ക് മറ്റുള്ളവർ തന്ന സ്നേഹം, ഇതെല്ലാം കൂടി ചേർന്നാണ് ഞാനുണ്ടായത് എന്നുള്ള എളിമ, വിനയം, അത് ആൽക്കഹോളിക്സ് അനോണിമസ് പടികളിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് മാത്രമേ ആ തലച്ചോറിലേക്ക് അത് അടിച്ചു കയറ്റണം, എങ്കിലും മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോഴും രഹസ്യമായിട്ട് മദ്യത്തെ സ്നേഹിക്കുക, അതിൻ്റെ പുറകെ നടക്കുക പട്ടിയെ പോലെ, അതിൻ്റെ അതിൻ്റെ ഗുണങ്ങളൊക്കെ, ഗുണങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് അതിനെ ഉപയോഗിച്ചിട്ട് അതിനെ തള്ളിക്കളയുക, അത് ആ ആ ആ പ്രോഗ്രാം കൊണ്ട് മറ്റുള്ളവരെ വീണ്ടും ഉപദ്രവിക്കുക, അതൊക്കെ ഒരിക്കലും നമുക്ക് എന്താ ഈ ലോകത്തിൽ പൊറുക്കാൻ പറ്റാത്ത സംഗതികളാണ്. അപ്പോൾ നമ്മളെ ഈ പ്രോഗ്രാം വളരെ നല്ല സത്യസന്ധമായ രീതിയിൽ ഉപയോഗിക്കണം. അതിന് പല ആൾക്കും കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ആൽക്കഹോളിൻ്റെ ബ്രെയിനിലെ ആക്ഷനൊക്കെ പറഞ്ഞു. ഇതിൽ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു ടെസ്റ്റ്, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ടെസ്റ്റ് പറയുകയാണ്. നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകാനും ഒരു ഉറപ്പുണ്ടാകാനും വേണ്ടി ഉള്ള ടെസ്റ്റാണ്. ഒരാൾ അവനവനോട് തന്നെ ടെസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് അയാളോട് ചോദിക്കാം. ആ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യപാന രോഗത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് 4 ലഘു ചോദ്യങ്ങളുമുണ്ട്. 4 ലഘുവായിട്ടുള്ള ചോദ്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ മറ്റു വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ച് ലഘുവായിട്ടുള്ള ടെസ്റ്റുകൾ കൊണ്ട് തീരുമാനിക്കാം മദ്യാസക്ത രോഗത്തിൻ്റെ ഏത് വരമ്പിൻ്റെ അരിയിലാണ് നിൽക്കുന്നത്, അവിടുന്ന് താഴേക്ക് പോയ ഏത് അഗാധ ഗർത്തത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് പറയാം. വെറും നിസാര 4 ചോദ്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? ഒരാൾ എപ്പോഴും ഒരു ലഹരി വസ്തുവോ അല്ലെങ്കിൽ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയോ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അയാളിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ തലച്ചോറ് എന്ന നിലയിൽ അയാളിൽ ചില ചിന്തകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മോശപ്പെട്ട കാര്യങ്ങൾ മോശപ്പെട്ടതാണെന്ന് അയാൾ എത്ര കുടിച്ചാലും അയാളുടെ ഉള്ളിൽ ബോധമുണ്ട്. മോശപ്പെട്ട കൃത്യങ്ങളാണ്, കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെയാണ് അയാൾ ചെയ്യുന്നതെങ്കിലും മോശപ്പെട്ടതാണെന്നുള്ള അറിവ് അയാളുടെ ഉള്ളിലുണ്ട്. അതയാൾക്ക് കളയാൻ പറ്റില്ല. അയാളുടെ ഉള്ളിൽ അറിവുണ്ട്. താൻ ചെയ്യുന്നത് ഒരാളെ പറ്റി ഗൂഢാലോചന ഉണ്ടാക്കുന്നു, അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു, ചതിക്കാൻ ശ്രമിക്കുന്നു, അതൊക്കെ
മോശപ്പെട്ട സംഗതിയാണെന്നുള്ള ചിന്ത അയാളുടെ ഉള്ളിലുണ്ട്, അയാൾ എത്ര മോശക്കാരനാണെങ്കിലും. നമ്പർ വൺ. അപ്പോൾ അവിടെ എന്താണ് അർത്ഥം? അയാള് രണ്ട് മനുഷ്യരെ പോലെയാണ് അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ മോശക്കാരനായ ഒരു മനുഷ്യൻ, രണ്ട് ആ മോശത്തരം എന്താണെന്ന് മനസ്സിലാക്കുന്ന വേറൊരു മനുഷ്യൻ. അപ്പോൾ അയാളുടെ ഉള്ളിൽ രണ്ട് മനുഷ്യനുണ്ട്. അയാളോടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അയാൾ ഈ നല്ല മനുഷ്യന്റെ ഭാഗം ചേരുവോ മോശപ്പെട്ട മനുഷ്യന്റെ ഭാഗം ചേരുവോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അയാൾ നല്ല മനുഷ്യന്റെ ഭാഗത്തായിരിക്കും ചേരുന്നത്, അയാൾ എത്ര മോശക്കാരനാണെങ്കിലും. അങ്ങനത്തെ 4 ചോദ്യങ്ങളാണ്. അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള രണ്ട് മനുഷ്യരെ, നല്ല മനുഷ്യനെയും മോശപ്പെട്ട മനുഷ്യനെയും വേർതിരിച്ചറിയുന്ന 4 ചോദ്യങ്ങളാണ്. ഇതിൽ അയാൾ കുടുങ്ങിപ്പോവും. ഒരു 4 ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ മദ്യം കുറയ്ക്കണമെന്നോ നിർത്തണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടോ? ചോദ്യമാണ്. അപ്പോൾ അയാൾ ഭയങ്കര കുടിയനായിരിക്കാം, അങ്ങേയറ്റത്തെ. എത്രയോ 10, 12, 15 പെഗ്ഗൊക്കെ ആയിരിക്കും അയാൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അയാൾ പറയും, ആഗ്രഹമുണ്ട്, എനിക്ക് നിർത്തണം. അതാണ് പറയുന്നത്, നിർത്തണം. കട്ടിങ് ഡൗൺ, എനിക്കത് നിർത്തണം. ഓക്കെ. അപ്പോൾ അവിടെ അയാൾ യെസ് എന്നുള്ള ഉത്തരമാണ് നല്ലത്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ മദ്യം കഴിച്ച് നിങ്ങളുടെ വീട്ടിലോ എവിടെയോ ചെല്ലുമ്പോൾ നിങ്ങൾ മദ്യം കഴിച്ചതിനെ പറ്റി വിമർശിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകാറുണ്ടോ? അയാൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതിലയാൾ യെസ്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അമ്മയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. യെസ് എന്നാണ് ഉത്തരം. ആ ദേഷ്യം മോശമാണെന്ന് അയാൾക്ക് അറിയാം. അപ്പൊ അയാൾ നല്ല മനുഷ്യന്റെ പക്ഷത്താണ് നിൽക്കണേ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ കഴിച്ച ആ മദ്യത്തെക്കുറിച്ചും പിന്നീടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ഓർത്ത് നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഇവിടെ അയാൾ നല്ല മനുഷ്യന്റെ കൂടെയാണ്. യെസ്, കുറ്റബോധം തോന്നിയിട്ടുണ്ട്, നല്ല മനുഷ്യന്റെ ഭാഗത്താണ്. നാലാമത്തെ ചോദ്യം: നിങ്ങൾ മദ്യം വാങ്ങിച്ചു വെച്ച് രാത്രിയിലൊക്കെ കുടിച്ച് ആ മദ്യം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ കണ്ണു തുറന്നാൽ ആ മദ്യം കഴിക്കാറുണ്ടോ? ഒരു ചോദ്യമാണ്. അങ്ങനെ കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? കണ്ണു തുറന്നാൽ അത് കിട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അയാൾ സത്യസന്ധതയോട് പറയുകയാണെങ്കിൽ യേസ് എന്ന് തന്നെ പറയും. കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതയാൾ നടന്ന ഒരു കാര്യമാണ്. യേസ് എന്ന് പറയും. അപ്പൊ 4 ചോദ്യങ്ങൾ. അപ്പൊ ഈ 4 ചോദ്യങ്ങൾ അയാളെ സംബന്ധിച്ച ചോദ്യങ്ങളാണ്. അയാള് ഉപദ്രവിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ ഇവിടെ അയാൾ നന്മയുടെ പക്ഷത്തും നന്നാകേണ്ടതിൻ്റെ പക്ഷത്തുമാണ് നിൽക്കുന്നത്. അപ്പൊ ഈ 4 ചോദ്യങ്ങൾക്ക് അയാളുടെ ഉത്തരം യെസ് എന്നാണ്. അപ്പൊ ഇവിടെ ഡോക്ടർ എന്താണ് ഇതിൽ കൂടി മനസ്സിലാക്കി എടുക്കണമെന്നറിയും. ഡോക്ടർ അല്ലെ ചികിത്സിക്കുന്ന ആൾ എന്താണ് മനസ്സിലാക്കി എടുക്കുന്നത്? ഇയാളുടെ ഉള്ളിൽ വൈരുദ്ധ്യമുണ്ട്. ഒരു ഭാഗത്ത് അയാള് നല്ലതിൻ്റെ കൂടെ, ഒരു ഭാഗത്ത് അയാൾ മോശപ്പെട്ടതിൻ്റെ കൂടെ. കാരണം കുടി നിർത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ അയാൾ കുടിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. ആഗ്രഹം ശരിയും സത്യസന്ധതയുള്ളതാണെങ്കിൽ പിന്നെ കുടിക്കാൻ പാടില്ലല്ലോ. പക്ഷെ പിന്നെ അയാൾ കുടിക്കുന്നുണ്ട്, ആ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എതിരാണ്. പ്രവൃത്തിയിൽ അയാൾ എതിരാണ്. ഉള്ളിലെ മനസ്സിൽ അയാൾക്ക് മാറ്റമുണ്ട്. അയാൾക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ 4 വൈരുദ്ധ്യവും അതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ സ്വഭാവത്തിൽ അനിയന്ത്രിതവും അസാധാരണവും ആവർത്തിച്ച് വരുന്ന കുഴപ്പങ്ങൾ, തകർച്ചകൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പൊ ഇതിൽ 4 ഉത്തരവും പോസിറ്റീവ് ആണെങ്കിൽ അയാൾ ഇപ്പൊ തന്നെ ഈ നിമിഷത്തിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട ആളാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? അപ്പോൾ അതിരാവിലെയുള്ള മദ്യപാനം, അയാൾ മദ്യത്തിന് അടിപ്പെട്ട്, തലച്ചോറ് അടിപ്പെട്ട്, ശരീരം അടിപ്പെട്ട്, ചിന്തകൾ അടിപ്പെട്ട് ഒരു അടിമയായിട്ടുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഉടൻ ചികിത്സ വേണം. ആ ഉടൻ ചികിത്സ എന്താണ്? ഡി അഡിക്ഷൻ, ഡീറ്റോക്സിഫിക്കേഷൻ. അതൊക്കെ 1 മാസം മുതൽ 3 മാസം, ചിലപ്പോൾ 6 മാസം വരെയൊക്കെ എടുക്കും. രോഗ തീവ്രത കൂടുതലാണെങ്കിൽ 6 മാസം വരെയൊക്കെ എടുക്കും. ചിലപ്പോൾ 1 കൊല്ലം മുതൽ 3 കൊല്ലം വരെ എടുക്കും. ഭയങ്കര തീവ്രമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് രോഗം മൂർച്ഛിച്ച്, മാനസിക രോഗം മൂർച്ഛിച്ചിരിക്കുന്ന ഒരാൾക്ക് 3 വർഷം വരെ കസ്റ്റഡിയിൽ വെച്ച് ചികിത്സിക്കേണ്ട ആവശ്യം വരും. കസ്റ്റഡിയിൽ വെച്ച് ചിലപ്പോൾ അയാൾ ഒരിക്കലും മരുന്നിനും വിട്ടുനിൽക്കൽ ചികിത്സയ്ക്ക്, കസ്റ്റഡിയിൽ വെച്ചുള്ള ചികിത്സയ്ക്ക് ശരിയായില്ലെങ്കിൽ അയാളുടെ തലച്ചോറിൽ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, ഞാൻ പറഞ്ഞില്ലേ അങ്ങ് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയെന്ന്, അങ്ങേ അറ്റത്തെത്തുന്ന ടൈനി ചെറിയ വയറുകളിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് തലച്ചോറിലെ കോശങ്ങളെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് ഇലക്ട്രിസിറ്റി അതിൻ്റെ പോകും, കടന്നു പോകാനായിട്ടുള്ള വഴിയുണ്ടെന്നുള്ള മനസ്സിലാക്കി അത് ചെയ്ത് അങ്ങനെ റിക്കവറി ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ചികിത്സയാണത്. 10-16 ലക്ഷം രൂപ അതിന് വേണ്ടി വരും. ഒരു തരത്തിലും രക്ഷപ്പെടാത്ത ആൾക്കാർക്കുള്ളൊരു ചികിത്സയാണത്. അത് വളരെയധികം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ. അപ്പം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്ന ഒരു രാജ്യം കേരളമാണ്. കാരണം വെച്ചാൽ യൂറോപ്പ്, അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ പറഞ്ഞു. അപ്പോൾ ഈ വർഷമാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞ ഇവിടെ കുറ്റകൃത്യങ്ങൾ ഭയങ്കര വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വന്തക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം കുടുംബാംഗങ്ങളും സ്വന്തം സുഹൃത്തുക്കളും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗത്തിനടിപ്പെട്ട വ്യക്തികളുടെ സ്വഭാവം കൊണ്ട്, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു രോഗം ഉള്ള ഒരാളുടെ എണ്ണം വർദ്ധിക്കുന്നു, രോഗം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ